ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കണക്കിൽ ദശാംശ സംഖ്യയിൽ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് p/4 = q/5 = r/10 ഇങ്ങനെ വന്നാൽ എങ്കിൽ PQR എത്രയാണെന്ന് ചോദിച്ചു. P/Q/R എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അതേപടി എടുത്ത് എഴുതിയാൽ മതി. 4:5:10 ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇവിടെ കണ്ടില്ലേ, 4, 5, 10 ഇതാണ്. ഇപ്പം p/4 q/5 r/10 എങ്കിൽ PQR എത്രയാണെന്ന് ചോദിച്ചാൽ ഇത് ഈ താഴത്തെ ഈ ഛേദം അതേപടി എടുത്ത് അങ്ങ് എഴുതിയാൽ മതി. ഇതിൻ്റെ ആൻസറായി. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ദശാംശ സംഖ്യയിലെ. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ x/10 പിന്നെ x/10 y/2 z ഇങ്ങനെ വന്നെന്ന് വെച്ചോ. ഇങ്ങനെ വന്നാൽ എന്നാൽ x/y/z എത്രയാണെന്ന് ചോദിച്ചു. ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇവിടെ y ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, പക്ഷേ ഒറ്റയ്ക്കല്ല, ഇതിൻ്റെ താഴത്ത് ഒരു 1 എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഏത് സംഖ്യ ആണെങ്കിലും അതിൻ്റെ താഴത്ത് എന്തുണ്ടാവും? ഒരു 1 ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ x/y/z എത്രയാണെന്ന് ചോദിച്ചാൽ 10:2:1 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി x/11 = y/30 ഇത് വന്നിട്ട് x/y എത്രയെന്ന് ചോദിച്ചാലും സിമ്പിളാണ്. x/y എന്ന് പറയുമ്പോൾ എന്താണ്? 11:30 ആണ്. സിമ്പിൾ. ഇനി ഇങ്ങനത്തെ കുറച്ച് സിമ്പിളായിട്ടുള്ള സംഭവങ്ങളുണ്ട്. വളരെ സിമ്പിളായിരിക്കും, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത് ആദ്യം കുറച്ചെങ്കിലും അറിഞ്ഞിരിച്ചാൽ പെട്ടെന്ന് മാർക്ക് കിട്ടുന്ന സാധനമാണ്. പിന്നെ